ലിപ്സ്റ്റിക് ഇട്ടില്ല, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വന്നിരിക്കുകയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. രാവിലെ ഇപ്പം സമയം 6:30 ഞങ്ങൾ രാവിലെ എവിടെ പോകണമെന്നല്ലേ, നമ്മുടെ വീട്ടിലെ സുട്ടുമണികൾ വരികയാണ് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഇനിയിപ്പം ഒരു 1.5 ആഴ്ചത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ ബഹളമായിരിക്കും. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താ, ഇപ്പം വെക്കേഷനാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് ദിവസം വെക്കേഷനായിട്ട് വരികയാണ്. അപ്പം ഞങ്ങൾ ഈ രാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഡ്രസ്സും പല്ല് തേച്ച് അണ്ണൻ പല്ല് തേച്ചോ? ഇല്ല, അണ്ണൻ പല്ലും തേച്ചില്ല. ഞാൻ പല്ല് തേച്ച് പെട്ടെന്ന് ഓടിപ്പോയി പല്ല് തേച്ച് ഡ്രസ്സ് മാറി വന്നേ. ലിപ്സ്റ്റിക് പോലും ഇട്ടില്ല ഗൈസ്. അതിൻ്റെ ഒരു ചെറിയ സങ്കടം എൻ്റെ മുഖത്തുണ്ട്. എന്നാലും സാരമില്ല, പോട്ടെ. പിള്ളേരെ കാണുമ്പോൾ സങ്കടമൊക്കെ മാറിക്കോളും ഗൈസ്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അവർ ഇപ്പം ഇവിടെ എത്തി, കായംകുളത്ത് എന്തോ എത്തി. അപ്പം ഞങ്ങളൊരു 20 മിനിറ്റ് കൊണ്ടങ്ങ് ചെല്ലും. കായംകുളത്ത് എത്തിയവർ. അപ്പോൾ അവരിപ്പോൾ കൊല്ലത്തെത്തും. അപ്പം നിങ്ങൾ എക്സൈറ്റഡ് ആണോ? അണ്ണൻ എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. മുഖത്തൊന്നും ഇല്ലെങ്കിലും വീട്ടിലാണ് അണ്ണൻ്റെ ബഹളം മൊത്തം. അപ്പം ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അപ്പം പിള്ളേരെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം എത്തും. ഓക്കെ, അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം ഗൈസ്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്താറായെന്നല്ല, എത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, പ്ലാറ്റ്ഫോം നമ്പർ 1. വണ്ടി എവിടെ ഇടും? ഇനി അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസൻ. അവർ 7:15 എത്തുമ്പോൾ. ഇപ്പം 7 മണിയായില്ല. ഇതാണ് നമ്മുടെ ഈ റെയിൽവേ 2ാം കവാടം. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഇരിക്കുകയാണ്. കാരണം ട്രെയിൻ ലേറ്റാണ് കുറച്ച്, അറിയാമല്ലോ. റെയിൽവേക്കാരുടെ സ്ഥിരം പരിപാടിയാണ്. കായംകുളത്ത് വന്നിട്ട് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറേ നേരം പിടിച്ചിടും. കുറേ നേരം എന്ന് പറഞ്ഞാൽ ആ ഒരു കായംകുളം സ്റ്റേഷൻ ശരിക്കും ആൾക്കാർക്ക് പോലുള്ള ട്രെയിൻ പിടിച്ചിടാനുള്ള സ്റ്റേഷനാണ്. അങ്ങനെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പം 7:15 ആവും. ഇപ്പോൾ 7 മണി ആയിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ട്രെയിൻ വരാറാകുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിങ്ങനെ ഇവിടെ തന്നെ ഇരിക്കാം, വണ്ടിയൊക്കെ കണ്ടിരിക്കാന്ന് വിചാരിച്ചു. ഞാൻ കണ്ടില്ലേ, മുടിയൊന്നും ചെയ്യാം. ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ കടന്നു. അതിപ്പോൾ ഇതാണ് കൊല്ലം. കൊല്ലം മറ്റേ രാജാക്കന്മാരുടെയൊക്കെ പണ്ടത്തെ എനിക്കിതിലൊരു സാധനം അതുപോലെ ഉണ്ട് ഗൈസ്. ഞാൻ ഇങ്ങനെയല്ല വെട്ടിയിട്ടപ്പോ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇങ്ങനെ ആയി. ഇപ്പൊ കറക്റ്റ് അറിയാൻ പറ്റും. ഹോസ്പിറ്റൽ ഇനി മുതൽ കൊല്ലം ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ലഭ്യമായ സേവനങ്ങൾ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ന്യൂറോളജി, തലവൊക്കെ നോക്കുന്നത്. ഇങ്ങോട്ട് നോക്ക് അൻവി, നോക്ക്. കൊച്ചുങ്ങളോട് വന്നപ്പോ തൊട്ട് എല്ലാരും ചോദിക്കാം എവിടെ പോവാ എവിടെ പോ. കൊല്ലം പറഞ്ഞു അടുത്ത്. ഗൈസ്, പുതിയ ബാഗ് കിട്ടി എനിക്ക്. അൻവിയുടെ ബാഗ് കിട്ടി. പക്ഷെ എന്നാലും ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല. അതുകൊണ്ട് എനിക്ക് സങ്കടമാ സത്യത്തിൽ. ഇയാള് ലിപ്സ്റ്റിക് ഇടാത്ത പോലെയാണോ ഞാൻ ലിപ്സ്റ്റിക് ഇടാത്തത്?
അയ്യോ, ഇപ്പൊ കരഞ്ഞ് നില വിളിച്ച്. അല്ല ബാഗ് എടുത്ത് മേളില്ലേ അവളെ അങ്ങോട്ട് നോക്കുന്നു. നമ്പരോ ഫോൺ നമ്പർ ഏത്തക്ക എന്തുവാ ഏത്തക്ക? ആ ഏത്തക്ക പുഴുങ്ങിയത് എന്താ ചെയ്യാൻ പോകുന്നത്? കഴിക്കാൻ പോവാന്നോ? ഇവക്ക് വേണ്ട ചേച്ചി പറ എടുത്തോട്ട് ഗീവേ കൊടുക്കാം നമുക്ക്. കുഞ്ഞിനെ എടുക്കാം അങ്ങനെ. വലിയ ഗീവമേ, വലിയ ഗീവമേ. ഇച്ചിരി കുടിക്കാൻ ബാക്കി വെച്ചിരി കൊള്ളാവോ അത്? പായസം, ഓട്സ് പായസം. രണ്ടും കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. എന്തുവാ അവിടെ? എന്തുവാ? ഓ, അതിനെപ്പോഴും കരച്ചിലേ ഉള്ളു. പൊട്ടിട്ടോ നോക്കട്ടെ. പൊട്ടിട്ടോ? പൊട്ടിട്ട് ഗൈസ്, പൊട്ടിട്ട് കുളിച്ച് ശുണ്ടുമണിയായിട്ടുണ്ട്. ഇനി എന്തോ ഉറങ്ങാൻ പോണോ? പിന്നെ കിടന്നുറങ്ങ പെൺപിള്ളാരെ, നീ കിടന്നുറങ്ങ് നീയൊക്കെ ഒന്നിച്ചിരി നേരം. അപ്പം കഴിച്ചോ? എത്ര അപ്പം കഴിച്ചു? പിന്നെ പിന്നെ എന്തൊക്കെ കഴിച്ചു? ബനാന, പിന്നെ മരുന്ന്. പിന്നെ കുഞ്ഞു കുളിച്ചു. പിന്നെ മരുന്നൊക്കെ ഉണ്ട്, അപ്പം മരുന്നൊക്കെ കഴിച്ചു. പിന്നെ കുളിച്ചിട്ട് ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോയല്ലേ കുറച്ച് നേരം. കുളിച്ച് നോക്കി കരഞ്ഞോണ്ട് പോയിട്ടുണ്ട്. എന്തിനാന്നറിയാൻ നാളെ വിരിയത്തുള്ളൂ. ട്വിന്നിങ് ഡ്രസ് ഇട്ടേക്കുന്നു. നിന്നെ മാച്ചിങ് ഡ്രസ് കാണട്ടെ. ഹലോ ഗൈസ്, നമ്മൾ മാച്ചിങ് ഡ്രസ് ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, ഇതെന്താ ചെയ്യുന്നു? ഒന്നുകൂടെ കാണിക്കണം. ഹലോ ഗൈസ്, പുതിയ എന്തുവാ ചാനലിൽ പുതിയ ഓണർ കയറി, പുതിയ വ്ളോഗർ കയറിയിട്ടുണ്ട്. മാംഗോ കഴിച്ചോണ്ടിരിക്കുന്നു. മാംഗോ എങ്ങനെ ഉണ്ട് കുഞ്ഞാ? കൊള്ളാം ഗൈസ്. ഞങ്ങളുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ പറ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ ഗൈസ്. ചെയ്യണേ. ചെയ്യുമോ എല്ലാരും? ചെയ്യും. സബ്സ്ക്രൈബ് ഇല്ല, അമ്മയുടെ ഫോണിൽ സബ്സ്ക്രൈബ് ഇല്ല, വെറും ലൈക്ക് മാത്രമേ. അമ്മയുടെ ഫോണിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലയോ? അയ്യോ, ഇവരുടെ അമ്മയുടെ ഫോണിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ല. പിന്നെ എന്ത് ബട്ടൺ അമ്മനെയുള്ളേ? ലൈക്ക് ബട്ടൺ മാത്രമേ ഉള്ളൂ അല്ലയോ? ഓഹോ, ഇവരുടെ അമ്മയുടെ ഫോണിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ല. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാമെന്ന് പറ. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണുമെന്ന് പറ. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇനിയും കുറച്ച് വീഡിയോയിൽ ഞങ്ങൾ കാണുമെന്ന് പറ ഗൈസ്. അടുത്ത വീഡിയോയിൽ എന്തായാലും കുഞ്ഞാച്ചികൾ കാണും. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. ടാറ്റാ പറ.